ഒരു ഉപേക്ഷിക്കപ്പെട്ട ശ്മശാനത്തിലില്ലേ 2 പേരിൽ നിന്ന് കുഴി കുത്തിക്കൊണ്ടിരിക്കുക. അവർക്ക് നല്ല പേടിയും ആകാംക്ഷയൊക്കെ ഉണ്ടെന്ന് അവരുടെ ഫേസ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അവരുടെ തൊട്ട് ബാക്കിലായിട്ടില്ലേ വേറൊരാളൂടെ നിൽപ്പുണ്ട്. അയാൾ ഒരു റാന്തൽ വിളക്കം കൈ പിടിച്ചുകൊണ്ട് ഈ കുഴി കുത്തുന്നവർക്ക് വെളിച്ചം കാണിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോഴില്ലേ ഇവർ കുഴി കുത്താൻ ഉപയോഗിക്കുന്ന ഷവ്വൽ എന്തിനോ തട്ടിയതുപോലെ അവർക്ക് തോന്നും. അതുകൊണ്ടില്ലേ അവരാ കുഴിക്കാത്ത മണ്ണ് കൂടുതൽ ശ്രദ്ധയോടെ മാറ്റാൻ തുടങ്ങും. മണ്ണ് മാറിക്കഴിയുമ്പോഴുണ്ടല്ലോ അവരാ കുഴിക്കാത്തൊരു കാഴ്ച കാണും. നിധി തേടി ഇവിടെ എത്തി അവരില്ലേ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയായിരുന്നു അത്. അതില്ലേ ഒരു മനുഷ്യൻ്റെ അസ്ഥികൂടമായിരുന്നേ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊരു ഉപേക്ഷിക്കപ്പെട്ട ശ്മശാനമല്ലേ, അപ്പം ഇവിടെ അസ്ഥികളൊക്കെ കാണുന്നത് സാധാരണയല്ലേ. പക്ഷേ ഇല്ലേ ആ അസ്ഥികൂടത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിന് 5-6 മാസത്തെ പഴക്കമുള്ളായിരുന്നു. നൂറ്റാണ്ടുകളായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന ഈ ശ്മശാനത്തിലില്ലേ എങ്ങനെയാണ് ഒരു 5-6 മാസം പഴക്കമുള്ള ഒരു അസ്ഥികൂടം വരുന്നത്? അപ്പോൾ ഈ കുഴി കുത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് തോന്നുവേ ഇനി അവർക്ക് സ്ഥലം എങ്ങാനും മാറിപ്പോയതാണ്. പക്ഷേ അവരുടെ കയ്യിലൊരു മാപ്പുണ്ടായിരുന്നു. അതായത് ഈ നിധിയിലേക്ക് നയിക്കുന്ന ഒരു മാപ്പുണ്ടായിരുന്നു അവരുടെ കയ്യിൽ. അവരില്ലേ ആ മാപ്പ് എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നോക്കും. അപ്പോൾ സ്ഥലമൊക്കെ ഇത് തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാകും. അപ്പോൾ പിന്നെ ഈ കുഴിക്കകത്ത് കിടക്കുന്ന അസ്ഥികൂടമില്ലേ അതാരുടെയാണ്? ഇവർ തേടി വന്ന നിധി ഇതെവിടെയാണ്? ഈ ഗ്രാമത്തിലെ ആൾക്കാർ ഈ ശ്മശാനത്തിനെക്കുറിച്ച് പറയുന്ന കഥകളൊക്കെ ശരിയാണോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങളൊക്കെ തോന്നി അവർക്ക്. ഈ സംശയങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരം കിട്ടണമെങ്കിലുണ്ടല്ലോ ഈ നിധിയിലേക്കുള്ള മാപ്പ് അവർക്ക് എവിടുന്നാണ് കിട്ടിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് മാപ്പ് കിട്ടിയ ആ കഥയില്ലേ അതിങ്ങനെയാണ്. വർഷം 1842 നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു അതെ. അപ്പം നമ്മുടെ കഥാനായകൻ റിച്ചാർഡ് മഴ കൊള്ളാതിരിക്കാൻ ഒരു ഗ്രന്ഥശാലയിലോട്ട് ഓടിക്കയറും. അവരുടെ ഗ്രാമത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഗ്രന്ഥശാലയായിരുന്നു അതെ. മഴ ഇപ്പോഴെങ്ങും മാറുന്ന ലക്ഷണമില്ല. അതുകൊണ്ട് റിച്ചാർഡ് അവിടെയുള്ള ഓരോ ബുക്സ് എടുത്ത് ഇങ്ങനെ മറിച്ച് നോക്കാൻ തുടങ്ങും. ആ ഗ്രന്ഥശാലയുടെ ഒരു സെക്ഷനിലില്ലേ ആ പ്രദേശത്തിൻ്റെ തന്നെ ഹിസ്റ്ററി പറയുന്ന കുറേ ബുക്സ് ഉണ്ട്. അവിടെ നിന്നില്ലേ റിച്ചാർഡിനൊരു പഴകിയ ബുക്ക് കിട്ടും. അതാരോ എഴുതിയൊരു ഡയറി പോലെയുണ്ട്. അവനത് വായിച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ അതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം ഹിസ്റ്റോറിക്കലി കറക്റ്റാണ്. ആ ബുക്കിലില്ലേ അവരുടെ ഗ്രാമത്തിൻ്റെ ഒരു മാപ്പ് തന്നെയുണ്ട്. പിന്നെ ഇല്ലേ ആ പ്രദേശത്ത് നടന്നിട്ടുള്ള യുദ്ധങ്ങളുടെയും കലാപങ്ങളുടെയും എല്ലാം ഡീറ്റെയിൽസും ഉണ്ട്. അങ്ങനെ ആ കലാപത്തിൽ മരിച്ചവരെല്ലാം ഉണ്ടല്ലോ ഈ ഗ്രാമത്തിനടുത്തായിട്ട് വേറൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലെ ഒരു ശ്മശാനത്തിലാണ് അടക്കിയേക്കുന്നതെന്ന് ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അവിടെ അടക്കിയേക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ 3 ഇമ്പോർട്ടൻ്റ് ആൾക്കാരോട് ഉണ്ടായിരുന്നേ. അവരുടെ 3 പേരുടെയും കുഴിമാടത്തിൽ ധാരാളം സ്വർണ്ണ നാണയങ്ങളും രത്നങ്ങളും എല്ലാം ഇടുന്നത് ഈ ബുക്ക് എഴുതിയ ആൾ നേരിട്ട് കണ്ടെന്നാണ് ഈ ബുക്കിൽ തന്നെ പറയുന്നത്. ഇതിനെക്കുറിച്ചെല്ലാം പറയുന്ന ആ ബുക്കിൻ്റെ പേജിൽ ഒരു മാപ്പ് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ റിച്ചാർഡ് എടുത്ത് നോക്കും. അത് ആ ശ്മശാനത്തിൻ്റെ ഒരു മാപ്പായിരുന്നേ. അതിനകത്തെ ഈ 3 കുഴിമാടങ്ങളുടെ ലൊക്കേഷൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മഴ കൊള്ളാതിരിക്കാൻ അവിടെ കയറി എന്ന് നമ്മുടെ റിച്ചാർഡിന് ഇപ്പം നിധിയിലേക്കുള്ളൊരു മാപ്പാണ് കിട്ടിയേക്കുന്നത്. അധികം കഷ്ടപ്പെടാതെ കാശുണ്ടാക്കാൻ ആഗ്രഹമുള്ള റിച്ചാർഡേ ഈ ബുക്കിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളും ഈ മാപ്പും നല്ല സീരിയസ് ആയിട്ട് തന്നെ അങ്ങ് എടുക്കുവേ. അവൻ അവിടുന്ന് തിരിച്ചു പോകുമ്പോഴേ ആ മാപ്പും കൂടെ കൊണ്ടുപോകും. അവൻ അവിടുന്ന് നേരെ പോകുന്നതേ അവൻ്റെ കൂട്ടുകാരനെ കാണാനാണ്. അവനോട് അവൻ ഈ കാര്യങ്ങളെല്ലാം പറയും. അത് കേട്ടിട്ട് അവൻ്റെ കൂട്ടുകാരന് വലിയ വിശ്വാസമൊന്നും വന്നില്ലെങ്കിലും കിട്ടിയാലൊരു നിധിയല്ലേ. അങ്ങനെ അവർ രണ്ടുപേരുടെ ഇതെടുക്കാൻ പോകാൻ തന്നെ തീരുമാനിക്കും. പക്ഷേ നിധി ഇവരുടെ ഗ്രാമത്തിലല്ലല്ലോ, അടുത്ത ഗ്രാമത്തിലെ ശ്മശാനത്തിലല്ലേ. അതുകൊണ്ട് ഇവർ രണ്ടുപേരുടെ അടുത്ത ഗ്രാമത്തിലോട്ട് പോകും. ഇതിനെക്കുറിച്ചെല്ലാം ഒന്ന് അന്വേഷിക്കാമല്ലോ. പക്ഷേ ആ ഗ്രാമത്തിലെ ആൾക്കാരോട് ചോദിക്കുമ്പോഴുണ്ടല്ലോ അവർക്ക് പറയാനുള്ളത് വേറെ ഒരു കഥയാണ്. ആ ഉപേക്ഷിക്കപ്പെട്ട ശ്മശാനത്തിലൂടെ ഇല്ലേ അലഞ്ഞു നടക്കുന്ന ഒരു ആത്മാവിൻ്റെ കഥ. ഗ്രാമത്തിലുള്ള ആൾക്കാർ പറയുന്നത് പല ദിവസങ്ങളിലും രാത്രി ആ ശ്മശാനത്തിൽ നിന്ന് ഒരു വിസിലിംഗ് ശബ്ദം കേൾക്കാനാണ്. പിന്നെ പലരും രാത്രികാലങ്ങളിൽ അവിടെ ഒരു ആൾരൂപത്തിനെ കണ്ടിട്ടുള്ളതായിട്ടാണ് പറയുന്നത്. ആ ഗ്രാമത്തിലുള്ളവരുടെ വിശ്വാസം അനുസരിച്ച് ആ ശ്മശാനത്തിൽ എവിടെയോ ഉള്ള ഒരു നിധി കാക്കുന്ന ഒരു ആത്മാവാണിത്. അപ്പം നമ്മുടെ റിച്ചാർഡിനും കൂട്ടുകാരനും ഒരു കാര്യം മനസ്സിലായി, ഗ്രാമവാസികളുടെ കഥയിലും ആ ശ്മശാനത്തിലൊരു നിധിയുണ്ട്. അതുകൊണ്ട് ആ ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ഇവർ രണ്ടുപേരും അങ്ങ് ഉറപ്പിച്ചു. പിന്നെ നിധി കാക്കുന്ന ആത്മാവിൻ്റെ കഥയൊക്കെ ഇല്ലേ അതൊക്കെ ഇവിടുത്തെ ആൾക്കാർ ചുമ്മാ പറഞ്ഞ് നടക്കുന്നതായിരിക്കും. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ആ ശ്മശാനത്തിലോട്ട് ആരും കയറാനേ ഇവിടെയുള്ള ഗ്രാമവാസികൾ സമ്മതിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ അവിടെയുള്ള ആത്മാവിനെ ശല്യപ്പെടുത്തുന്നത് ആ ഗ്രാമത്തിന് അത്ര നല്ലതല്ല എന്നാണ് ഗ്രാമവാസികളുടെ വിശ്വാസം. അതുതന്നെയല്ല ഈ നിധി അന്വേഷിച്ചേ ഇതിനു മുൻപും ഇവിടെ കുറേ പേര് വന്നിട്ടുള്ളതാണ്. അവരോടൊക്കെ അങ്ങോട്ട് പോകരുതെന്ന് ഈ ഗ്രാമത്തിലുള്ളവർ പറഞ്ഞതുമാണ്. പക്ഷെ അവരൊക്കെ രാത്രിയിലില്ലേ ആരും അറിയാതെ ആ നിധി അന്വേഷിച്ച് ആ ശ്മശാനത്തിലോട്ട് പോയി. അങ്ങനെ നിധി അന്വേഷിച്ച് പോയവരെ ആരുവേ പിന്നെ ആരും കണ്ടിട്ടില്ല. അവരൊക്കെ രാത്രിയെ ആ ശ്മശാനത്തിലുള്ള ആത്മാവിനെ കണ്ട് ഈ ഗ്രാമം വിട്ട് ഓടിപ്പോയെന്നാണ് ഇവിടെയുള്ള ഗ്രാമവാസികൾ പറയുന്നത്. അതുകൊണ്ടില്ലേ ആ ഗ്രാമവാസികൾ അറിയാതെ ആ ശ്മശാനത്തിലോട്ട് പോകാൻ പറ്റത്തുള്ളെന്ന് റിച്ചാർഡിനും കൂട്ടുകാരനും മനസ്സിലായി. അങ്ങനെ അവർ രണ്ടുപേരും രാത്രി പോകാൻ തീരുമാനിക്കും. 1-2 ദിവസമേ രാത്രിയിൽ അവർ ആ ശ്മശാനത്തിലൂടെ അലഞ്ഞു നടന്നെങ്കിലും
അവർക്ക് ആ മാപ്പിൽ പറഞ്ഞേക്കുന്ന സ്ഥലങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലായിരുന്നേ. അങ്ങനെ ഇരിക്കും ഒരു ദിവസമേ ഈ ഗ്രാമത്തിലുള്ള ഒരാൾ അവരെ കാണാൻ ചെല്ലും. എന്നിട്ട് അവരോട് പറയും, നിങ്ങളാ നിധി അന്വേഷിച്ച് വന്നവരാണെന്നൊക്കെ എനിക്കറിയാം, ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറയും. പക്ഷേ അയാൾക്ക് ആ നിധിയുടെ ഒരു ഷെയർ കൊടുക്കണം എന്നും കൂടെ അയാൾ പറയുവേ. അപ്പം നമ്മുടെ റിച്ചാർഡും കൂട്ടുകാരനും ആ നിധി അന്വേഷിച്ച് കുറേ നടന്നതാണല്ലോ, അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് ഇയാളെ കൂടെ സഹായത്തിന് കൂട്ടാമെന്ന് അവർ വിചാരിക്കും. അങ്ങനെ അവർ മൂന്നുപേരോടെ ഇല്ലേ അന്ന് രാത്രി തന്നെ ആ ശ്മശാനത്തിലോട്ട് പോകും. ഈ സഹായിക്കാൻ വന്ന പുള്ളിയില്ലേ, പുള്ളിയുടെ കയ്യിൽ ഒരു റാന്തൽ വിളക്കൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ റിച്ചാർഡ് പുള്ളിയോട് ചോദിക്കുകയും, ചേട്ടൻ ആ നിധി എവിടെയാണെന്ന് അറിയാമായിരുന്നെങ്കിലേ ചേട്ടൻ അത് ഒറ്റയ്ക്ക് ഇതിന് മുൻപേ പോയി എടുത്തുകൂടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറയും, എടാ എനിക്ക് അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകാൻ പേടിയായിരുന്നെന്ന്. അങ്ങനെ അവർ ശ്മശാനത്തിലെത്തിയിട്ടേ ഈ സഹായിക്കാൻ വന്ന പുള്ളിക്കാരൻ കാണിച്ചു കൊടുക്കുന്ന ലൊക്കേഷനൊക്കെ അവർ കുഴിച്ചു നോക്കാൻ തുടങ്ങി. പക്ഷെ അവിടെ നിന്നൊന്നും അവർക്കൊന്നും കിട്ടിയില്ലേ. അങ്ങനെ 2-3 ദിവസമൊക്കെ ഇല്ലേ ഇവർ ഈ ശ്മശാനത്തിൽ പല പല സ്ഥലങ്ങളും കുഴിച്ചു നടന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസമില്ലേ ഈ സഹായിക്കാൻ വന്ന പുള്ളി ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് അവരോട് പറയും, ഇവിടെ കുഴിച്ചോ, ഇവിടെ നിന്ന് എന്തായാലും നിങ്ങൾക്കുള്ളത് കിട്ടും. അങ്ങനെ അവരവിടെ കുഴിക്കാൻ തുടങ്ങും. അങ്ങനെ കുഴിച്ചു ചെല്ലുമ്പോൾ ഉണ്ടല്ലോ അവർക്ക് അവിടെ നിന്ന് ഒരു അസ്ഥികൂടം കിട്ടും. പക്ഷേ ആ അസ്ഥികൂടത്തിനില്ലേ അധികം പഴക്കമില്ലായിരുന്നു. ഇവിടെ എങ്ങനെ അധികം പഴക്കമില്ലാത്തൊരു അസ്ഥികൂടം വരുതെന്നേ നമ്മുടെ റിച്ചാർഡും കൂട്ടുകാരനും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ സഹായിക്കാൻ വന്ന പുള്ളിയില്ലേ, പുള്ളി ഒരു ചുറ്റി കൊണ്ട് ഇവരെ രണ്ടുപേരും തലക്കടിച്ചങ്ങ് കൊല്ലും. എന്നിട്ടില്ലേ ഇവർ തന്നെ നേരത്തെ നിധി അന്വേഷിച്ച് കുഴിച്ച കുഴികളില്ലേ അതിലൊന്നിൽ ഇവരെ കൊണ്ടിട്ടിട്ട് അങ്ങ് മൂടും. എന്നിട്ട് പുള്ളിയില്ലേ ആ ശ്മശാനത്തിലൂടെയൊക്കെ ഇങ്ങനെ വിസിലടിച്ച് കറങ്ങി നടന്നിട്ട് പുള്ളി അങ്ങ് പോകും. പിറ്റേ ദിവസമില്ലേ ഈ പുള്ളിക്കാരൻ്റെ വീട്ടിൽ നിന്ന് എന്തോ വരച്ചോണ്ടിരിക്കുക. പുള്ളി എന്നാ വരയ്ക്കുന്നതെന്നറിയോ? കുറച്ച് മാപ്സാണ്. ഒരു 4-5 മാപ്പില്ലേ പുള്ളി ഓൾറെഡി വരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം സെയിം മാപ്പാണേ, നമ്മുടെ റിച്ചാർഡിന് കിട്ടിയ അതേ സെയിം മാപ്പ്. പക്ഷേ അവസാനം നിധി അടക്കുന്ന ആ ലൊക്കേഷനില്ലേ അതിന് മാത്രം ചെറിയൊരു മാറ്റമുണ്ട്. അത് നമ്മുടെ റിച്ചാർഡിനെയും കൂട്ടുകാരനെയും കുഴിച്ചു മൂടിയ ആ ലൊക്കേഷനാണ്. അതായത് ഈ പുള്ളിക്കാരൻ ഒരു സീരിയൽ കില്ലറാണ്. പുള്ളി ഇങ്ങനെ നിധിയിലേക്കുള്ള മാപ്പ് ഉണ്ടാക്കി ആ ഗ്രാമത്തിൻ്റെ പല പല സ്ഥലങ്ങളിൽ കൊണ്ടുവെക്കും. ആ മാപ്പ് കിട്ടി ആ നിധി അന്വേഷിച്ച് ആ ശ്മശാനത്തിലോട്ട് വരുന്നവരെ ഇല്ലേ പുള്ളി തല്ലിക്കൊന്ന് ആ ശ്മശാനത്തിൽ തന്നെ കുഴിച്ചിടും. ഇതിനു മുൻപ് നിധി അന്വേഷിച്ച് ആ ഗ്രാമത്തിലോട്ട് വന്നവരെ ഒന്നും പിന്നാരും കണ്ടിട്ടില്ലെന്നല്ലേ ആ ഗ്രാമവാസികൾ പറഞ്ഞത്. അവരെയെല്ലാം ഈ പുള്ളി കൊന്നു കളഞ്ഞതാണ്. ഇവരെയൊക്കെ കുഴിച്ചു മൂടിയേക്കുന്ന ആ സ്ഥലമില്ലേ അതാണ് ഈ പുള്ളിക്കാരൻ വരയ്ക്കുന്ന മാപ്പിൽ നിധി കിടക്കുന്ന സ്ഥലം. പിന്നെ ആ ഗ്രാമത്തിലുള്ളവരെ ഈ ശ്മശാനത്തിൽ എന്തോ ആത്മാവിനെ എന്തോ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അത് ഈ പുള്ളിക്കാരനെ തന്നെയാണ്. പുള്ളിക്കാരനെ ചില ദിവസങ്ങളിൽ രാത്രിയിലെ ആ ശ്മശാനത്തിലൂടെ ഇങ്ങനെ വിസിലടിച്ച് കറങ്ങി അടിച്ച് നടക്കും. ഇതൊക്കെ പുള്ളിക്കാരനെ എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, സീരിയൽ കില്ലറൊക്കെ അല്ലേ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ കഥ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. ഇനി ഇതുപോലത്തെ വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരാവേ. അപ്പോൾ ഓക്കെ, ബൈ.